अरे भाई एक 420 दे दो. ഇവരാരാ? നമ്മുടെ ഈ പ്രദേശത്ത് ആലിബാബ എന്ന് പേരുള്ള ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ട് ആശാനെ? എന്തിനാ? ഇവര് ബോംബെന്ന് വന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അയാൾ ഇവർക്കൊന്ന് കാണണം. എന്താ കാര്യം? ക്യാ ബാത്ത്? 10 लाख रुपया उसको देने का है. 10 ലക്ഷം രൂപയോ? ആട്ടെ, ആളെ കണ്ടറിയോ? അത് ഞാൻ ചോദിച്ചു. ഇവരുടെ നേതാവ് പറഞ്ഞിട്ടാ ഇവര് വന്നിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരെങ്കിലും വന്നാ പറഞ്ഞേക്കാം. അരെ ഭായ്, ഇതർ ഭി കോയി നഹീ. अच्छा ये ले लो. അരെ ഭായ്, ബാലൻസ് ബാലൻസ്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ ഒരു കളി കളിക്കാം. അയ്യോ ആട്ടോയുടെ കാശ് പിന്നെ തരാവടോ. കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലുണ്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഇന്ത്യ അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ 4 ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന് പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. 10 ലക്ഷം? 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല, ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കിയ. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. कौन है बे? बोलूंगा. उठो, इधर आइए. कौन है तुम? अली बाबा. तू है अली बाबा? बॉम्बे वाला अली बाबा? हाँ, मैं अली बाबा हूँ. तुम लोग ढूंढता हुआ है वही अली बाबा. साले बदमाश! नहीं तो मारो साले, मारो! मारो! भाई को मारो! मारो साले को! കിട്ടിയോ? എന്റെ ബാധ്യത അങ്ങോട്ട് പോയാ മെന്റൽ, ഇങ്ങോട്ട് പോയാ ഡെന്റൽ. എന്താണ് ഒരു മാർഗം? ഇതുവഴി പോകാം. इधर क्या चोर? आओ. സാബ് അയ്യോ, എന്ത് പറ്റി? സാർ ഈ വീടിന് പുറത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ അങ്ങ് പോയി. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കാഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ സോറി. ഒന്നുമില്ല. ആ MBA കാരന്റെ പോക്ക് കണ്ടോ? ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ? അത് 11 വ്യാഴൻ. ഇത് കണ്ടക ശനി. കൊണ്ടേ പോവും. കുറവൻ കോണത്തെ MBA. നീ എന്താ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നേ? ശരിയാണല്ലോ, വലത് കൈ എന്ത് പറ്റി? വേർസ് യുവർ റൈറ്റ് ഹാൻഡ്. അല്ല, സാറാ കയ്യിൽ നിന്ന് പിടിവിട്ടാലല്ലേ കുട്ടിക്ക് വലുതായിട്ട് ആഹാരം കഴിക്കാൻ പറ്റൂ. രമേശ്, ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ. ഏതാ നാള്? പൂരുട്ടാതി. ഗുഡ്. പൂരുരുട്ടാതി പിറന്ന ചെക്കന് അശ്വതി പിറന്ന അച്ചി. കേമൻ തന്നെ. ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കോ, ഉടനെ പുറപ്പെട്ടോളാൻ. ഡാഡിയോ? ഏത് ഡാഡി? ഡാഡി വരെ മറന്നൂല്ലേ? ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന്. ഓ അതാണോ ഡാഡി? ഞാൻ പപ്പാന്നാ വിളിക്കാറുള്ളത്. അതെ, ഈ കല്യാണത്തിന് ഡാഡി മസ്റ്റാണോ? മസ്റ്റാണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റാണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ, ഉത്തട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാലി, ഉത്തട്ടാതി കാലി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. അല്ല, താൻ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ല, കുറുപ്പല്ല, മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്.
എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എമ്മൻ നമ്പി. എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാർ എന്താ പെട്ടെന്ന് ഞെട്ടിയത്? ഓ, താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടി മോഷ്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാ. ഇതാ ചായ. ഈ ചായ അല്ല, ആ ചായ അത് മുഖച്ഛായ. എന്നാൽ ഈ ചായ അല്ലേ ഇങ്ങത്താ? മോനെ, മോനെ. മോനെ രമേശ, എടാ കൊച്ചു നമ്പ്യാരെ, മോനെ. മോനോ? നീ എടാ ക്ഷീണിച്ചു പോയടാ. അതിവിടെ ക്ലൈമറ്റിന്റെ കുഴപ്പം കൊണ്ടാ. ആരാ? ഞാൻ ഇവന്റെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. അതായത് അല്ല, ഇതാ നിന്റെ പെണ്ണ്. ഇതാണ്. ആള് കൊള്ളാലോ. എന്റെ മകന്റെ ഭാര്യയാകാൻ പോണ പോലെ സൂര്യല്ല. പ്രവാസക്കാരി. നീ സൂര്യല്ലെങ്കിൽ പിന്നെ ചന്ദ്രിക. പെമ്പിള്ളേരുടെ ദേഹത്തോട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കലടാ രമേശ. ഏത് വാക്ക്? എന്റെ മോളെ കണ്ട സന്തോഷത്തിന് ഞാനൊന്ന് ആലിംഗനം ചെയ്യണല്ലേ? സാരമില്ല, പ്രായമായ ആളല്ലേ. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സ് വളരെ ചെറുപ്പം. അപ്പന്റെയോ? അപ്പൂപ്പന്റെ കരളേ, കരളിന്റെ പൊരുളേ, പൊരുളിന്റെ മലരേ. നിന്നോട് കൊണ്ട് കെട്ടിയെടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്. 6 മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ ഈ സ്വഭാവം മാറിലട പട്ടി. അടിച്ച് നിന്റെ പല്ലിയാൻ തെറിപ്പിച്ചതായി. നീ എന്റെ പല്ല് തെറിപ്പിക്കണോ ഹരിചന്ദ്ര? ഹരിചന്ദ്രനല്ല, ഞാനിവിടെ ആലിബാബയാ. അപ്പൊ നീ മതം മാറിയോ? മതം മാറിയതല്ല, വേഷം മാറിയതാ. താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പ്യാർ എന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോച്ച് പുറത്തിയടിക്കാൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം. ചെല്ലണം. മോളെ സൂര്യ, അയ്യോ അയ്യോ അങ്കിൾ. അയ്യോ, അയ്യോ, കൈ കൈ ഇങ്ങനെ വീഴുന്നത് പപ്പയ്ക്കൊരു ശീലമാ. കഴിക്കൊന്നും പറ്റില്ല. നീ ഇത് സ്ഥിരം ശീലാക്കലടാ മോനെ രമേശ. ദേഖോ ദേഖോ, ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പപ്പ ഡൽഹിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. വരില്ല. അതെന്താ? പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു. ഡാഡി കിടപ്പിലായി. എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെ എന്നും ഡാഡി ഫോണിൽ പറഞ്ഞു. മോനെ, മോനെ രമേശ് നമ്പ്യാരെ. Where are you, my son? മോനെ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ഹലോ. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് വീണ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞോ? എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല. കയ്യിലും കാലും ചെറിയൊരു പരിക്കുള്ളൂ. ഡാഡിയെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ലാണ്ട് പോകുന്നേ? ഇങ്ങ് വന്നേ രമേശ. ഇവനാണല്ലേ ഈ രമേശ് നമ്പ്യാർ? ഇയാളുടെ മോൻ ഞാനെല്ലാം ഇപ്പൊ അറിയും. എല്ലാം കുളമാവൂ ദൈവമേ. മോനെ രമേശ, എത്ര നാളായുടെ പപ്പ നിന്റെ മുഖം കണ്ടിട്ട്. വാടാ. ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് വിളിക്കതേ ഉള്ളൂ. ഇതുള്ളൂ. മോനെ. ആരാ ഡാഡി ഇത്? ഇതെന്റെ മോള് സൂര്യ. ഇത് രമേശിന്റെ ഫാദർ മിസ്റ്റർ നമ്പ്യാർ. ഹലോ അങ്കിൾ. അപ്പൊ അവിടെ കണ്ട പെണ്ണ് സൂര്യല്ല, ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ. എന്തെങ്കിലും ആവട്ടെ, ലേഡീസ് അല്ലേ. മോളെ സൂര്യ, എന്റെ പൊന്നു മരുമോളെ, നിന്നെ കാണാൻ ഈ ഫാദറിനെ കൊതിച്ചിരിക്കായിരുന്നു. മോളെ. നീ ഒന്നും പറയണ്ട. എന്റെ ഉളുക്ക് മാറി. അയ്യോ. ഒരു 5 മിനിറ്റ് പപ്പയെ പിണ്ണതയില് വിട്ട് അടിമുടി ഒന്ന് തടവിട്ട് കൊണ്ടുവരാം. പപ്പ ഇങ്ങോട്ട് വന്നേ. പോയിട്ട് വരാം. Father and son. അയ്യായി. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. സത്യം പറ, താനാരാ? ഞാൻ നമ്പ്യാരി, നിന്റെ തന്ത. എനിക്ക് ആ പേരിലൊരു തന്തയില്ല. അപ്പൊ ബാക്കി എല്ലാ പേരിലും തന്തയുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, നീ ആരടാ? ഞാനാണ് യഥാർത്ഥ രമേശ് തമ്പി. രമേശ് നമ്പ്യാരോ? ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞോണം, താൻ എന്തിനെന്റെ തന്തയായി? സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്ത. അവനിപ്പൊരു തന്തയുടെ ആവശ്യമില്ലാന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റ് ആണെന്നും അവൻ ഹിന്ദി ചെയ്തു. അവൻ പറഞ്ഞ ശരിയാ. കുറച്ചു നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം.
അതൊരു കല്യാണം നടക്കാൻ വേണ്ടി. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടണം. മറ്റാരും ഇത് അറിയണ്ട. നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം. പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യാട്ടാ. ഓവർ ആക്ടിങ് വേണ്ട. പിന്നെ താൻ വന്നപ്പം പോലും ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പിന്നെ തന്തയുടെ റോള് വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്ന് വരും. എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ. തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്നു. തന്റെ ചെവിക്കല്ലി പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും. ഓക്കെ, ഇന്നു മുതൽ ഞാൻ രമേശ് നമ്പ്യാർ, നിങ്ങൾ എം എൻ നമ്പ്യാർ. ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം. നിക്ക് അതിനു മുമ്പ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും മോനെ. 10,000. അത് വല്ല പിച്ചക്കാരത്തെ നന്ദയ്ക്ക്. ഇത് കോടീശ്വരന്റെ കളിയാ. 25, 50, 1 lakh. തീരെ ചീപ്പാക്കല്ലേ മോനെ. 100 പവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ്. ഓക്കെ, ഫിക്സ്ഡ്. പക്ഷെ കല്യാണത്തിന് ശേഷമേ തരൂ. അല്ല, പിന്നതായാലും ഇട്ട് തടവണമെന്ന് പറഞ്ഞിട്ട് തടവി. പക്ഷെ ഒരു ദിവസം തടവിയാ പോരാ, ഇത് എണ്ണ തോണി തന്നെ കിടത്തേണ്ടി വരും. ഡാഡി എവിടെ? മോളിലുണ്ട്. രമേശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഡയബറ്റീസിന്റെ അസുഖമുണ്ട്. ഡയനോൾ കഴിക്കാൻ സമയമായി. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. അതിനെന്താ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ലേഡീസിന്റെ ബോഡി ടച്ചിങ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മരുമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടല്ലേടാ. ഒറ്റ കള്ളി. നേരത്തെ അങ്കിൾ നാള് മാറിപ്പോയതാ. ഓളെന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം. ഈ നിൽക്കുന്ന പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം. ഈ വൃദ്ധനായ ഫാദറിലേക്ക് വാത്സല്യത്തോടെ ഒരു ഡോക്ടറിനെ അതിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കണ്ടില്ലേ, പപ്പ ഭയങ്കര തമാശക്കാരനാ. പോയിട്ട് വരാട്ടാ. ആ പോയ കിളവൻ ആരാണെന്നറിയോ? മറ്റേയാളുടെ അച്ഛനല്ലേ? അതിപ്പോ. അതിനു മുമ്പ് അയാൾ എന്റെ അച്ഛനായിരുന്നു. അതായത് അയാള് എന്റെയും കൂടി അച്ഛനാണെന്ന്. രണ്ടുപേരുടെ അച്ഛനാന്ന് എങ്ങനെയാ? അച്ഛനാവുന്നത് എങ്ങനെയെന്നൊക്കെ രാത്രിയിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം. കഥക്ക് കുത്തിയിടണ്ട. അച്ഛനാവുന്ന കാര്യം രാത്രി പറഞ്ഞു തരാമെന്നു വാതിൽ കുറ്റിയിടണ്ടാകുന്നു. എന്റെ മോനെ അവൻ ചേച്ചിയാക്കൂ. മോനെ മണിവണ്ണ, മോനെ മോനെ, എങ്ങനെ ഒരു അച്ഛനാകാൻ പറ്റുമെന്ന് എന്റെ മോള് ചന്ദ്രയ്ക്ക് ആലിബാബ ഇന്ന് രാത്രി പറഞ്ഞു കൊടുക്കാം. ആലിബാബ ഇന്ന് രാത്രി എങ്ങനെ അച്ഛനാവുന്നത്? ഓ, ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. എടാ മണ്ട, ആലിബാബ ഇന്ന് രാത്രി നമ്മളെ മോളെ മുറിയിലെത്തിയാൽ അവനൊരു അച്ഛനാകും. ഇതെങ്ങനെയെങ്കിലും തടയണം. തടഞ്ഞ അവൻ നമ്മളെ വെടിവെക്കൂലേ? എടാ, തടഞ്ഞില്ലെങ്കിൽ അവളെ അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം. ഏതായാലും അയാൾ അവന്റെ തന്തയില്ലെന്ന് ഉറപ്പാ. അതെല്ലാം പൊട്ട്. ആ രമേശ് നമ്പ്യാർ ഒറിജിനൽ രമേശ് നമ്പ്യാർ ആണെന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാർ എന്ന് വെച്ച് കാച്ചിയപ്പോൾ അയാളൊന്ന് പതറിയത് ഞാൻ ശ്രദ്ധിച്ചു. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ആ രമേശ് നമ്പ്യാരെ പിടിച്ചൊന്ന് കൊടയണം. അപ്പ സത്യം വെളി വരും. ഏതായാലും ഇന്ന് രാത്രി ഞാൻ അവന്റെ മുറിയിലോട്ടൊന്ന് ചെല്ലട്ടെ. മോനെ, ഇതാണ് പങ്കായക്കണി കേട്ടാ. ഈ പങ്കായക്കണി കടന്ന് ഒരു ആലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവൻ ഈ ഇടനായിലൂടെ നടന്ന് വാതിക്കലെത്തിയ നീ അവിടെ ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം. അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിക്കും. അപ്പൊ ഇത് വന്ന തലയിൽ ഒരൊറ്റ അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ഈ അച്ഛൻ മാറ്റി കൊടുക്കും. ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്ക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നത്? നീ ബാത്റൂമിലെല്ലാം കാണും.
ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പേരായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ. തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല, നീ എങ്ങനെ ആലിബാബയെ മാറിയത്? പറയടാ, പറയടാ. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു. എന്താ സംഭവിച്ചത്? ഉണരൂ വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടി കൊണ്ടിട്ട് അവൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, ബീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് അവന്റെ ബീഹാർ ടീ എസ്റ്റേറ്റ് അടി കൊണ്ടിട്ട് ഇവൻ പിന്മാറുന്നില്ലേ? അമ്പടാ, ഇത്ര അടി കൊണ്ടിട്ട് ഇവന് നാണില്ലല്ലോ. അതൊന്ന് മുറി കയറുന്ന വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് കടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ അയ്യോ അയ്യോ ഓടി വന്നേ കള്ളൻ. ഡാഡി ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത്. എന്തത്? ആയി ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? കറക്റ്റ് സീന്. എന്നാ പിടിച്ചോ. ഞാൻ കണ്ടതാ, ഒരു കറുത്ത ഡ്രസ്സിട്ട കള്ളനാ എന്റെ ബെഡ്റൂമിൽ വന്നത്. ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? തന്നെയൊക്കെ എന്തിനാണോ ആൾക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത്? പോയി കള്ളനെ പിടിക്കണോ? പോയി പിടിക്കാൻ. എല്ലാരും പോയി കിടന്നു തുടങ്ങിയേ. ഓളകത്തേക്ക് പോയിക്കോ. അതേക്കല്ലേ മനുഷ്യന് ഉറങ്ങാൻ. ഇത് സൂര്യയോ? അതെ. അപ്പൊ അത്? ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത്? എടോ, വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക. കൺഫ്യൂഷൻ. ചന്ദ്രികയെങ്കിൽ ചന്ദ്രിക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ അടി ഇത് എവിടെ നിന്ന് വന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.